നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വേൾഡ് കപ്പിലെ ഫേവറിറ്റുകളായിട്ട് എല്ലാവരും ഉയർത്തിക്കാണിക്കുന്ന ടീമായ ഫ്രാൻസ് വേൾഡ് കപ്പിന് തൊട്ടു മുമ്പ് ആഫ്രിക്കൻ ടീമായ ഐവറി കോസ്റ്റിനോട് ഫ്രണ്ട്ലി മത്സരത്തിൽ 2-1 പരാജയപ്പെടുകയും അതിൻ്റെ ഫലമായി ഫിഫ റാങ്കിങ്ങിൽ 1-ാം സ്ഥാനം നഷ്ടപ്പെടുകയും ചെയ്തിരിക്കുകയാണല്ലോ. ഈ തോൽവി 2-1 തോൽവിക്ക് ശേഷം അവരുടെ കോച്ച് ദിദിയർ ദശാം ഇപ്പോൾ പറയുന്നു, ഇതൊരു വേക്കപ്പ് കോളാണ്, ഒരു ഉണർത്തുപാട്ടാണ്, അല്ലെങ്കിൽ വിളിച്ചുണർത്തലാണ്. വേൾഡ് കപ്പായി മികച്ച പ്രകടനം നടത്തിയേ പറ്റൂ, ടീമിൻ്റെ അവസ്ഥ ഇതാണ് എന്നൊക്കെയുള്ളത് കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന ഒരു ഉണർത്തുപാട്ടായിട്ടാണ് ഇതിനെ കാണുന്നത് എന്ന് കോച്ച് ദിദിയർ ദശാം പറയുന്നു. കളിക്ക് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് അദ്ദേഹം പറയുന്നു, ഇതൊരു പരാജയമാണ്, 2-1 തോറ്റു, അതൊരിക്കലും പ്ലസൻ്റ് അല്ല. പരാജയം എന്നുള്ളത് നമുക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമല്ല. പക്ഷേ ഈ കളിയിൽ ഞങ്ങൾ ചില കാര്യങ്ങൾ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ആദ്യ പകുതിയിൽ. രണ്ടാം പകുതിയിൽ കാര്യങ്ങൾ കുറച്ചുകൂടി ഡിഫിക്കൽട്ടായിപ്പോയി. നമ്മൾ വരുത്തിയ ചേഞ്ചസ് ടീമിന് തീർച്ചയായിട്ടും ഒട്ടും ഗുണം ചെയ്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മൾ മിസ്റ്റേക്കുകൾ വരുത്തി. പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്നറിയോ, താരങ്ങൾക്ക് പ്ലേയിങ് ടൈം കൊടുക്കുക എന്നുള്ളതാണ്. അതനുസരിച്ചാണ് സബ്സ്റ്റിറ്റ്യൂഷനുകളും കാര്യങ്ങളൊക്കെ നടത്തിയത്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു വേക്കപ്പ് കോളാണ്, ഇതൊരു ഉണർത്തുപാട്ടാണ്. നമുക്ക് അങ്ങനെ ഒന്നിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. ഏതായാലും ഇനി നമ്മൾ സ്വയം മുന്നോട്ട് പോയേ പറ്റൂ. ഇപ്പോൾ ഈ ഒരു പരാജയത്തെ വലിയ രൂപത്തിൽ നാടകീയമായിട്ട് അവതരിപ്പിക്കാനൊന്നും ഞാനില്ല. പരാജയപ്പെട്ടു, അതൊട്ടും സന്തോഷമുണ്ടാക്കുന്ന കാര്യമല്ല. മികച്ച രൂപത്തിൽ ഇനി മുന്നോട്ട് പോയേ പറ്റൂ എന്ന് കോച്ച് ദിദിയർ ദശാം പറയുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.